നമസ്കാരം. യുദ്ധത്തിന്റെ കെടുതികളിലൂടെ കടന്നുപോകുന്ന ഇറാന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്ത് വന്നു. റഷ്യയിലെ സെയിന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാങ്ചിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പുടിൻ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഇറാന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും റഷ്യ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകുകയും ചെയ്തു. ഇറാൻ ജനത നിലവിൽ പ്രയാസകരമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് പുടിൻ നിരീക്ഷിച്ചു. എന്നാൽ രാജ്യം ഈ പ്രതിസന്ധിയെ അതിജീവിക്കുമെന്നും എത്രയും വേഗം സമാധാനം പുലരുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമേനി അയച്ച സന്ദേശത്തിന് പുടിൻ നന്ദി അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാനമായ ബന്ധം കൂടുതൽ കരുത്തോടെ തുടരാനാണ് മോസ്കോ ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ മേഖലയിലെ സമാധാനത്തിനായി റഷ്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പുടിൻ പറഞ്ഞതായി ഇറാൻ സർക്കാർ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായും അറാങ്ചി കൂടിക്കാഴ്ച നടത്തിയേക്കും. തിങ്കളാഴ്ച രാവിലെ റഷ്യയിലെത്തിയ അബ്ബാസ് അറാങ്ചി അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇറാനും റഷ്യയും തമ്മിലുള്ള നിരന്തരമായ കൂടിയാലോചനകളുടെ പ്രാധാന്യം എടുത്തു പറഞ്ഞു. അമേരിക്കയും ഇസ്രായേലുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാന്റെ കരുത്ത് ലോകം തിരിച്ചറിഞ്ഞുവെന്നും രാജ്യം സുസ്ഥിരമായ നിലയിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. റഷ്യ ഇറാന്റെ പക്ഷത്ത് ഉറച്ചു നിന്നുവെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാനമായ പങ്കാളിത്തം തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒമാൻ, പാകിസ്ഥാൻ സന്ദർശനങ്ങൾ പൂർത്തിയാക്കിയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി ഇപ്പോൾ റഷ്യയിൽ എത്തിയിരിക്കുന്നത്. ഈ സന്ദർശനം പശ്ചിമേഷ്യയിലെ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് വഴിമരുന്നിടുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ കരുതുന്നത്. ചർച്ചകൾക്കായുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥന ടെഹ്റാൻ പരിശോധിച്ചു വരികയാണെന്ന് അബ്ബാസ് അറാങ്ചി തിങ്കളാഴ്ച അറിയിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ടെലിഗ്രാം അക്കൗണ്ടിലെ പോസ്റ്റ് ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അമേരിക്ക വിഭാവനം ചെയ്ത ലക്ഷ്യങ്ങളൊന്നും തന്നെ കൈവരിക്കാൻ കഴിയാത്തതിനാലാണ് ട്രംപ് ചർച്ചകൾക്കായി ശ്രമിക്കുന്നതെന്ന് റഷ്യയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അറാങ്ചി അറിയിച്ചു. അതേസമയം യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്കായി തന്റെ പ്രതിനിധികളായ സ്റ്റീവ് വിറ്റ്കോഫിനെയും ജാരെഡ് കുഷ്നറെയും ഇസ്ലാമാബാദിലേക്ക് അയക്കാനുള്ള തീരുമാനം ട്രംപ് റദ്ദാക്കിയിരുന്നു. ചർച്ചകൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഇറാൻ തന്നെ സമീപിക്കാവുന്നതാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഇറാനോട് ആണവ വിഷയത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ ടോൾ പാടില്ലെന്നും US ആവർത്തിച്ചു. ഹോർമൂസ് തുറക്കണമെന്ന് UN മേധാവിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്.